കുമ്മനം രാജശേഖരനെ ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിച്ചു. ദില്ലിയിൽ ദേശീയ അധ്യക്ഷൻ അമിത്ഷായാണ് പ്രഖ്യാപനം നടത്തിയത്. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് കുമ്മനം. അതേസമയം ബി.ജെ.പിയിൽ പ്രാഥമിക അംഗത്വം പോലും ഇല്ലാത്ത കുമ്മനത്തെ അധ്യക്ഷനാക്കുന്നതിൽ ഒരു വിഭാഗം നേതാക്കൾക്കിടയിൽ അമർഷമുണ്ട്. ഈ വിഷയമാണ് ആദ്യം ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ബി.ജെ.പി വക്താവ് ശ്രീ വി രാജേഷ്, CPM നേതാവ് ശ്രീ മുഹമ്മദ് റിയാസ്, ഒപ്പം ശ്രീ MN കാരശ്ശേരിയും മറ്റതിഥികളും ചേരുന്നു. ഏറ്റവും ആദ്യം ശ്രീ വി രാജേഷിലേക്ക്. ശ്രീ വി രാജേഷ്, കുമ്മനത്തിന് ഒരു പ്രാഥമിക അംഗത്വം പോലുമില്ല, എങ്ങനെ സംസ്ഥാന അധ്യക്ഷനാകുന്നു ബി.ജെ.പിയുടെ? ലാലെ, ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ഇപ്പോൾ പീപ്പിൾ TV മാത്രമല്ല പ്രമുഖ ചാനലുകളൊക്കെ തന്നെ ഇന്ന് ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യമായി അതിന് 1 മണിക്കൂർ മാറ്റിവെച്ച പീപ്പിൾ TVയെയും ലാലിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഞങ്ങൾക്ക് അത്രത്തോളം പ്രസക്തി കേരള രാഷ്ട്രീയത്തിൽ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെയും സ്വീകരിക്കുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഞാൻ ഒന്ന് ആ ഘട്ടത്തിൽ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. വി രാജേഷ് ഇത്ര വളരെ രസകരമായ കാര്യങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളായതുകൊണ്ട് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും വലിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഒക്കെ പീപ്പിൾ TV ചർച്ചയ്ക്ക് എടുക്കാറുണ്ട് ശ്രീ രാജേഷ്. അല്ല, ഞാൻ എൻ്റെ വ്യാഖ്യാനം, എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഒരു ദേശീയ പാർട്ടിയുടെ രാജ്യം ഭരിക്കാൻ ജനങ്ങൾ ഉത്തരവാദിത്വം തന്ന ഒരു പാർട്ടി ജനാധിപത്യപരമായിട്ട് ആ പാർട്ടിയുടേതായ രീതിയിൽ സംസ്ഥാന അധ്യക്ഷനെ നിയോഗിക്കുമ്പോഴേക്കും അത് ഏതു തരത്തിലാണോ, താങ്കൾ ഉപയോഗിച്ച വാക്കുകളാണോ അല്ല ഒരു നന്മയുടെ സൂചനയാണോ എന്നുള്ളത് ഈ ചാനൽ കാണുന്ന ജനങ്ങൾ CPMന്റെ ഞാൻ ഇതൊരു ദുരന്തം എന്നുള്ള രീതിയിലല്ല ഉദ്ദേശിച്ചത്. പക്ഷേ വി രാജേഷ് അതിന് പ്രത്യേകം അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് മറ്റു വാർത്തകളെ പോലെ തന്നെയാണ് ഇതിനെയും കാണുന്നത്. പക്ഷേ എൻ്റെ ചോദ്യം ഇതായിരുന്നു ശ്രീ രാജേഷ്, നമ്മൾ തർക്കിച്ച് മുന്നോട്ട് പോകേണ്ടതില്ല. എന്തുകൊണ്ട് ഒരുപാട് കാലം ബി.ജെ.പിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോയ ആളുകൾ ഉള്ളപ്പോൾ, ശ്രീ വി രാജേഷിനെ പോലെയും അതിനേക്കാളും സീനിയറായ ആളുകളും ഉള്ളപ്പോൾ, പ്രാഥമിക അംഗത്വം പോലും ഇല്ലാത്ത ശ്രീ കുമ്മനം രാജശേഖരൻ സംസ്ഥാന അധ്യക്ഷനാകുന്നു എന്നത് നിങ്ങൾക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. അതിന് നിങ്ങൾ എന്ത് മറുപടി പറയും? അല്ല, ഇന്നത്തെ ദിവസം ഞാൻ തർക്കിക്കാനില്ല. കാരണം ഞങ്ങൾക്ക് കേരളത്തിൽ ബി.ജെ.പിയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസങ്ങളിലൊന്നാണ് ഈ ദിവസം. ബഹുമാനപ്പെട്ട ഞാൻ ലാലിൻ്റെ ചോദ്യത്തിന് മറുപടിയാണ് വരുന്നത്. ബഹുമാനപ്പെട്ട ശ്രീ കുമ്മനം രാജശേഖരനെ പോലെ, രാജേട്ടനെ പോലെ ഒരാളിനെ ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് ഞങ്ങളുടെ ഓരോ നിമിഷവും ഞങ്ങളുടെ പ്രവർത്തകർ സന്തോഷം നൽകുന്നതാണ്. താങ്കൾ ചോദിച്ച 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രാഥമിക മെമ്പർഷിപ്പ് പോലും, പ്രാഥമിക അംഗത്വം പോലും ഇല്ലാത്ത ഒരു വ്യക്തിയെ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റാക്കിയതിലൂടെ സംഘടനയ്ക്കകത്ത് അസ്വസ്ഥത പുകയുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു വാർത്തയാണ് പറഞ്ഞത്. ഞാനിപ്പോൾ ബി.ജെ.പിയുടെ വൈകുന്നേരം ഒരു 4 മണി പോലെ ഞാൻ ഈ സ്വീകരണ പരിപാടിയല്ലായിരുന്നു. ഞാനിപ്പോൾ നേരെ പാർട്ടിയുടെ സ്റ്റേറ്റ് ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അല്ലാതെ ഞാനൊരു കാര്യം പറയാം, ഇത് പ്രഖ്യാപിച്ചിരുന്നത് ബി.ജെ.പിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനാണ്. മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരാളിനെ അഖിലേന്ത്യാ അധ്യക്ഷൻ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് പ്രഖ്യാപിക്കും എന്ന് ലാലിനെ പോലെ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ താങ്കൾക്ക് അങ്ങനെ ഊഹിക്കാൻ സാധിക്കും? അമിത്ഷാജി പക്ഷേ അദ്ദേഹത്തിന് ഞാൻ പറയുന്നത് എപ്പോഴാണ് ഈ അംഗത്വം കിട്ടിയത്? അദ്ദേഹം മിസ്ഡ് കോൾ അംഗത്വം നേടിയതാണോ, അതല്ലാതെ അദ്ദേഹം ഏത് ഭാരവാഹിത്വത്തിൽ ഇതുവരെ ഇരുന്നു? അങ്ങനെ ഒരു പാരമ്പര്യം ഇല്ലാത്ത ഒരാളെ എങ്ങനെ സംസ്ഥാന അധ്യക്ഷനാക്കി? മുൻ സംസ്ഥാന അധ്യക്ഷന്മാരെയൊക്കെ നിശ്ചയിച്ചപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് അങ്ങേക്കും അറിയാമല്ലോ. ഒരു സംഘടനാ സെക്രട്ടറിയുടെയൊക്കെ ചുമതല കൊടുത്തുകൊണ്ട് കൂടുതൽ പരിചയം ഉണ്ടാക്കിയെടുത്തുകൊണ്ടാണ് അതിലേക്ക് കൊണ്ടുവരിക. ശ്രീ വി മുരളീധരൻ പോലും അങ്ങനെയാണ് ആയിട്ടുള്ളത്. ശ്രീ കുമ്മനത്തിന് അങ്ങനെ ഒരു പരിചയം ഇല്ല എന്നുള്ളത് അങ്ങേക്കും അറിയാവുന്നതാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ പ്രശ്നം? ഞാൻ പറയാമല്ലോ, ദയവ് ചെയ്ത് ഈ മെമ്പർഷിപ്പ് വിഷയമൊക്കെ വിട്ടിട്ട് ആശയപരമായോ ഗൗരവമുള്ള വിഷയത്തിലേക്ക് ചർച്ച കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി മെമ്പർഷിപ്പിനെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യാൻ, കാരണം ഇതൊക്കെ വെറും ഞങ്ങളുടെ ഈ പാർട്ടിക്കകത്ത് ആരെ സംസ്ഥാന അധ്യക്ഷനാക്കണം, ആരെ ദേശീയ അധ്യക്ഷനാക്കണം എന്നുള്ളതൊക്കെ ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിന് ഉള്ളിലുള്ള കാര്യമാണ്. കുമ്മനം രാജശേഖരന് ദയവ് ചെയ്ത് ലാലിനെ ഇത് പറയരുത്. രാജഗോപാൽ കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ബി.ജെ.പി ഞങ്ങളുടെ ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ പാരമ്പര്യം അവകാശപ്പെടാവുന്ന, കേരളത്തിൽ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകരിലൊരാണ് ശ്രീ കുമ്മനം രാജശേഖരൻ. അത് ശ്രീ കുമ്മനത്തിന്റെ ബി.ജെ.പിയിലെ പ്രവർത്തനമല്ല. അദ്ദേഹം നല്ല പ്രവർത്തന പാരമ്പര്യമുള്ള ആളാണ്. അദ്ദേഹം പല സംഘടനകളിൽ തലപ്പത്തിരുന്നിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു ജേർണലിസ്റ്റ് ആയിരുന്നു തുടക്കത്തിൽ. പിന്നെ ഒരു സർക്കാർ ഉദ്യോഗം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം RSSന്റെ പ്രവർത്തനത്തിലേക്ക് മുന്നിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അദ്ദേഹം ജന്മഭൂമി പത്രത്തിലൂടെ RSSന് കൂടുതൽ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയുള്ള പല പദവികളിൽ ഇരുന്നിട്ടുണ്ട്. അയ്യപ്പ സേവാ സമാജം പോലെയുള്ള സംഘടനകളുടെ പല തലങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഹിന്ദു ഐക്യവേദിയുടെ അധ്യക്ഷനും ജനറൽ സെക്രട്ടറിയുമായി അദ്ദേഹം ഒരുപാട് കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളിൽ നിലയ്ക്കൽ പള്ളിയുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ മാറാട് നിലയ്ക്കൽ പള്ളി ഇല്ലായിരുന്നില്ല, നിലയ്ക്കൽ സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എടുത്ത അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു വശത്ത് നിൽക്കുന്നു. പക്ഷെ അദ്ദേഹം ബി.ജെ.പിയിൽ ഏത് ഭാഗത്ത് വി മുരളീധരനേക്കാൾ എത്രമാത്രം സീനിയർ, ഏത് പദവി വഹിച്ചിട്ടുണ്ട്? ശ്രീ വി രാജേഷിനേക്കാൾ എത്രമാത്രം
പദവികൾ വഹിച്ചിട്ടുണ്ട് എന്നതാണ് തൽക്കാലം ചോദ്യം. അത് നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ അങ്ങനെ അതിനൊരു ഉത്തരമുണ്ടോ? ദയവ് ചെയ്ത് ഞാൻ പറയുകയാണ്, എൻ്റെ പേരൊന്നും പറഞ്ഞിട്ട് ദയവ് ചെയ്ത് ബഹുമാനപ്പെട്ട കുമ്മനം രാജശേഖരനെ അദ്ദേഹത്തെ കമ്പയർ ചെയ്യരുത്. വേറൊന്ന്, ഞങ്ങളുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഈ ആശയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കേരളത്തിലെ ഏറ്റവും പാരമ്പര്യം അവകാശപ്പെടാവുന്ന നേതാവാണ്. ഇനി ഒരു കാര്യം ഞാൻ പറയാം, ദയവ് ചെയ്ത് ഈ ചർച്ചകൾ നടത്തുമ്പോഴേക്കും BJPയുടെ സംഘടനാ സംവിധാനം എങ്ങനെയാണ് ചലിക്കുന്നത്, എങ്ങനെയാണ് എന്നുള്ളത് കുറച്ചുകൂടി താങ്കൾ പഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. BJPയെ സംബന്ധിച്ചിടത്തോളം വിവിധ പ്രസ്ഥാനങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും ഓരോരോ സമയത്തേക്കും BJPയിലേക്ക് നേതൃത്വത്തിലേക്ക് പ്രവർത്തകർ ഞാൻ വിദ്യാർത്ഥി പരിഷത്തായിരുന്നു. 2003 വരെ ABVP അല്ലാതെ ഒരൊറ്റ സംഘടനയിൽ എനിക്ക് പ്രവർത്തിക്കാൻ അധികാരമില്ലായിരുന്നു. BJPയുടെ ഒരു വേദിയിലേക്കും ചെല്ലാൻ അവകാശമില്ലായിരുന്നു. ഒരു ഘട്ടത്തിൽ സംഘടന തീരുമാനിക്കുന്നു, വിദ്യാർത്ഥി പക്ഷത്തിൽ നിന്നും കുറച്ച് പേർ യുവമോർച്ചയിലേക്ക് പോകണം. വി മുരളീധരൻ ABVP ആയിരുന്നു. BJPയുടെ ഇന്നത്തെ സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി ഉമാകാന്തൻ ABVP ആയിരുന്നു. അതോടൊപ്പം തന്നെ വിശ്വ ഹിന്ദു പക്ഷത്തിൽ നിന്നാൽ ഇപ്പം നമ്മുടെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി മുരളീധർ റാവു, അദ്ദേഹം സ്വദേശി ജാഗരൺ മഞ്ചിൻ്റെ പ്രവർത്തകനായിരുന്നു. അപ്പോൾ ഓരോ സമയത്തും ദേശീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും BJPയിലേക്ക് നേതൃത്വത്തിലേക്ക് വ്യക്തികൾ തയ്യാറുണ്ട്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ എടുത്ത തീരുമാനമാണ് കുമ്മൻ രാജശേഖരനെ പാർട്ടിയുടെ പ്രസിഡന്റ് ആക്കുക. വി മുരളീധരൻ വന്ന ഒരു സാഹചര്യം, കുമ്മൻ രാജശേഖരൻ വന്ന മറ്റൊരു സാഹചര്യം. ഇവിടെ ഞാൻ പറയുന്നത് ലാൽ ക്രിയേറ്റീവായ ഡിസ്കഷൻ, കാരശ്ശേരി മാഷൊക്കെ ഉണ്ടല്ലോ, വരട്ടെ. ബഹുമാനപ്പെട്ട ശ്രീ കുമ്മൻ രാജശേഖരൻ ജനാധിപത്യ കേരളത്തിൽ ഏറ്റെടുത്തിട്ടുള്ള ജനകീയ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളുടെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ, ആറന്മുള പ്രശ്നം, കുമ്മനത്തിന്റെ ക്രെഡിബിലിറ്റി ഒന്നും ഞാൻ ചോദ്യം ചെയ്യാൻ ആളല്ല ഇപ്പോൾ ഈ ഘട്ടത്തിൽ. അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലുള്ള നേട്ടങ്ങളൊന്നും ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്ത് തട്ടുകയല്ല. പക്ഷെ BJP എന്ന സംഘടന കഴിഞ്ഞ കാലം വരെ ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന, കേരളത്തിലെങ്കിലും പുറത്തേക്ക് പറഞ്ഞിരുന്ന ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാടുണ്ട്. അതിന് വന്നിരിക്കുന്ന ഒരു കോട്ടമായി ഇപ്പോൾ ശ്രീ VV രാജേഷ് പറയുന്നു. അദ്ദേഹത്തിൻ്റെതായി ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയ ഈ പ്രവർത്തന പാരമ്പര്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ പാർട്ടിയാണ് BJP. അങ്ങനത്തെ ഒരു പാർട്ടിയാണെന്ന് നിങ്ങൾ പുറത്തേക്ക് പറയാൻ കഴിഞ്ഞ കാലം വരെ കുറച്ച് മടി കാണിച്ചിരുന്നു. ഇപ്പോൾ അതിനുള്ള സമയമായതുകൊണ്ട് ശ്രീ കുമ്മനത്തെയും ഇത് ചൂണ്ടിക്കാട്ടി പുതിയ രീതിയിൽ നിങ്ങൾ പുറത്തേക്ക് വരുന്നു. ഇതാണ് മനസ്സിലാക്കുന്നത്. എങ്ങനത്തെ പാർട്ടിയാണ് BJP എന്ന് എനിക്ക് മനസ്സിലല്ല. എങ്ങനത്തെ പാർട്ടി താങ്കൾ ഉദ്ദേശിച്ചത്? ഇപ്പോൾ നേരത്തെ കുമ്മനത്തിന്റെ ഒരു ലിസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹം പ്രവർത്തിച്ച പാരമ്പര്യം, അയ്യപ്പ സേവാ സമാജം, ഹിന്ദു ഐക്യവേദി, അതല്ലെങ്കിൽ ജന്മഭൂമി പത്രം, ഇങ്ങനെയൊക്കെയുള്ള ഒരു പാരമ്പര്യമാണ് അദ്ദേഹത്തിനുള്ളത്. അത് ഇന്നിപ്പോ അദ്ദേഹം പറഞ്ഞ എന്താണ്, വിശാല ഹിന്ദു ഐക്യത്തിന് വേണ്ടിയും മുന്നേറ്റത്തിന് വേണ്ടിയും ഹിന്ദുക്കളുടെ വിമോചനത്തിന് വേണ്ടിയുമാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ ഐഡിയോളജി. ഇങ്ങനെ പറയാത്ത ഒരു നേതാവായിരുന്നു ശ്രീ വി മുരളീധരൻ. അദ്ദേഹം അങ്ങനെ അല്ലായിരുന്നു തുടക്കത്തിൽ പറഞ്ഞിരുന്നത്. ഇത് നിങ്ങൾ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് എന്തിന്റെ അടയാളമാണ്? ചോദ്യം എനിക്ക് മനസ്സിലായി, ചോദ്യം എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഇപ്പൊ ലാൽ പറഞ്ഞ ജന്മഭൂമി പത്രം, അയ്യപ്പ സേവാ സംഘം, അതോടൊപ്പം തന്നെ ഹിന്ദു ഐക്യവേദി, വിശ്വ ഹിന്ദു പരിഷത്ത്, ആറന്മുള സമരം, മാറാട് സംഭവം, നിലയ്ക്കൽ സംഭവം, ഇതൊന്നും എന്താ പുറത്തു പറയാൻ പറ്റാത്ത ഈ ജന്മഭൂമി പത്രം എന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയും കാലം പുറത്തു പറയാത്തതും വി മുരളീധരൻ പ്രസിഡന്റ് ആയപ്പോൾ ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന് പറയാത്തതുമാണ് ഇപ്പോൾ വന്ന പുതുമ. അതാണ് ഞാൻ ചോദിക്കുന്നത്. ലാല്, ഞാൻ പറയാമല്ലോ, ലാല് യാഥാർത്ഥ്യ ബോധത്തോടെയാണ് ഈ ചർച്ച നടത്തേണ്ടതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഓരോ ദിവസവും രാവിലെ ഇറങ്ങി ഞങ്ങൾ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, മാറാടിന് വേണ്ടിയല്ലേ ഞങ്ങൾ നിന്നത്, മാറാട് സംഭവത്തിന് വേണ്ടിയല്ലേ ഞങ്ങൾ നിന്നത്. ആറന്മുള BJPയും കുമ്മനും ഒക്കെ തന്നെ ആറന്മുള എയർപോർട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല നിന്നത്. ജന്മഭൂമി പത്രം ഞങ്ങൾ എല്ലാ ദിവസവും ഇതെന്താ പറയുന്നത്, അയ്യപ്പ സേവാ സംഘത്തിൽ പ്രവർത്തിച്ചൂടെ? അത് BJPക്കാർ മാത്രം. ലാൽ ബഹുമാനപ്പെട്ട കുമ്മനം ഏറ്റെടുത്ത് കേരളത്തിൽ നടത്തിയ സമരങ്ങളെക്കുറിച്ച് സുഗതകുമാരി ടീച്ചർ അഭിപ്രായം പറയട്ടെ, കുമ്മനത്തെക്കുറിച്ച് PK കുഞ്ഞാലിക്കുട്ടി പറയട്ടെ, AK ആന്റണി പറയട്ടെ, ഗാന്ധിയൻ ഗോപിനാഥൻ നായർ സാർ പറയട്ടെ, ശ്രീ കുമ്മനത്തിന്റെ നേതൃത്വത്തിൽ. ഞാൻ ചോദിക്കട്ടെ, ഈ ആറന്മുള സംഭവത്തിൽ ഇതുപോലെയുള്ള സമരങ്ങളിൽ മുൻപന്തിയിൽ നിന്ന ആളുകളെയൊക്കെയാണ് നിങ്ങൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നതെങ്കിൽ സുഗതകുമാരി ടീച്ചർ ആയിരുന്നു ഇതിനേക്കാൾ കുറച്ചുകൂടെ മുമ്പിൽ നിൽക്കാൻ പറ്റിയത്. ലാൽ അങ്ങോട്ട് ചർച്ച കൊണ്ടുപോകരുത്. ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ ആരാക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് വിട്ടൊരു സ്വാതന്ത്ര്യം. ഞാൻ തൽക്കാലം ശ്രീ രാജേഷിൽ നിന്ന് മുഹമ്മദ് റിയാസിലേക്ക് ഒന്ന് പോയിട്ട് ശ്രീ കാരശ്ശേരി മാഷിലേക്ക് വരാം. ശ്രീ മുഹമ്മദ് റിയാസ്, BJP എന്ന പാർട്ടിക്ക് ആരെ വേണമെങ്കിലും അധ്യക്ഷനാക്കാം, അതിൽ ഞാൻ കടന്നു കയറുകയല്ല. പക്ഷേ ചരിത്രത്തിൽ നിന്നുള്ള ചില ഏടുകൾ എടുത്തുകൊണ്ട് ഞാനിപ്പോൾ ചൂണ്ടിക്കാട്ടിയെടുത്ത് എവിടെയൊക്കെയാണ് റിയാസ് യോജിക്കുന്നത്, പുതുതായി ചില കാര്യങ്ങൾ പറയാനുള്ളത്, രാജേഷിനോട് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യുന്നത്? ഒന്ന്, ജനാധിപത്യപരമായി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ആ പാർട്ടിയുടെ അധ്യക്ഷനെയൊക്കെ തിരഞ്ഞെടുക്കാം. ഇവിടെ ജനാധിപത്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പരിശോധിക്കപ്പെടണം. BJP ജനാധിപത്യപരമായി സമ്മേളനം നടത്തി ഭാരവാഹികളെ നിശ്ചയിക്കുന്ന രീതി, അത് BJPക്ക് എന്നല്ല പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, BJPയുടെ പ്രസിഡൻ്റാണല്ലോ, അതാരായാലും BJPയുടെ ഒരു നയം അതെല്ലാവർക്കും അറിയുന്നതാണല്ലോ. RSSൻ്റെ കടിഞ്ഞാണോടുകൂടി രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രസ്ഥാനമാണ് BJP. RSS ഒരു ഹൈന്ദവ രാഷ്ട്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. 1925 RSS രൂപം കൊണ്ട്
22 കൊല്ലക്കാലം ബ്രിട്ടീഷുകാരുടെ കീഴിൽ നമ്മുടെ രാജ്യമുള്ള സമയത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു ചെറു പങ്ക് പോലും വഹിക്കുന്ന പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ള ചരിത്രമുണ്ട്. അങ്ങനെയുള്ള RSSൻ്റെ കടിഞ്ഞാണുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് ആരാകുന്നു എന്നുള്ളതല്ല പ്രശ്നം. ഇവിടെ കുമ്മനം RSSൻ്റെ നോമിനിയായി എല്ലാവരും വിശേഷിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കേരളത്തിലേക്ക് BJP ഒരു അമിത്ഷായെ കൊണ്ടുവന്നു എന്ന് ഫലത്തിൽ തോന്നുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അതായത് ഇന്ത്യ ആകെ നിറഞ്ഞു നിന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നില്ല അമിത്ഷാ. അമിത്ഷാ എന്ന പേര് ഞാനും നിങ്ങളും ലോകവും കേൾക്കുന്നത് ആദ്യമായി ഗുജറാത്ത് വംശീയ ഹത്യയിലൂടെയായിരുന്നു. ആ അമിത്ഷായെ പിന്നീട് ശ്രീ നരേന്ദ്രമോദിക്ക് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ചുമതല കിട്ടിയപ്പോൾ ഉത്തർപ്രദേശിൻ്റെ ചുമതല നൽകുകയും അമിത്ഷായെ BJPയുടെ ദേശീയ സെക്രട്ടറിമാരിൽ ഒരാളാക്കി ഉത്തർപ്രദേശിൻ്റെ ചുമതല നൽകുകയും 80 ലോക്സഭാ സീറ്റുള്ള ഉത്തർപ്രദേശിൽ 2 ടേമുകളിൽ 2004-ലും 2009-ലും 2 അക്കം കാണാത്ത BJPയെ 72-ലേക്ക് അമിത്ഷാ എത്തിച്ചതിൻ്റെ പിന്നിൽ മുസഫർ നഗർ പോലുള്ള കലാപങ്ങളായിരുന്നു. ആ അമിത്ഷായാണ് പിന്നീട് BJPയുടെ ദേശീയ അധ്യക്ഷനാക്കിയിട്ടുള്ളത്. അമിത്ഷാ BJPയുടെ ദേശീയ അധ്യക്ഷനായതിനു ശേഷം ഇന്ത്യയിൽ വർഗീയ കലാപങ്ങളുടെ റെക്കോർഡ് പരിശോധിച്ചാൽ വലിയ രീതിയിലേക്ക് വർദ്ധിച്ചു എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അമിത്ഷാ BJPയുടെ ദേശീയ അധ്യക്ഷനായി ആദ്യം നടത്തിയ പത്രസമ്മേളനത്തിൽ നടത്തിയ പ്രഖ്യാപനം ഞാനിവിടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. BJP സംഘടനയെ വിപുലപ്പെടുത്തും. അതിന് BJP സംഘടന വേണ്ടത്ര മുന്നോട്ട് പോകാത്ത കേരളം എന്ന സംസ്ഥാനത്തെ ഞങ്ങൾ ടാർഗറ്റ് സംസ്ഥാനമായി കാണുന്നു. ആ അമിത്ഷായുടെ പ്രഖ്യാപനം കേരളത്തെ കണ്ണുവെച്ച് BJP സംഘടന പ്രവർത്തനം ഈ കഴിഞ്ഞ കാലത്ത് കുറേ നമ്മൾ കണ്ടു. പേരിന് മതേതരത്വം പറയുന്ന കോൺഗ്രസ് മൗനം പാലിച്ചു. അമിത്ഷാ ആഗ്രഹിക്കുന്നത് പോലെ കേരളത്തെ മാറ്റി തീർക്കാൻ, മത സാമുദായിക ധ്രുവീകരണം സൃഷ്ടിക്കാൻ തടസ്സം നിൽക്കുന്നത് CPIM പോലുള്ള പ്രസ്ഥാനങ്ങളുടെ സാന്നിധ്യമാണ്. അവിടെയാണ് അമിത്ഷാ മോഡൽ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിലെ BJPയെ നയിക്കാൻ മറ്റൊരു അമിത്ഷായെ ഇറക്കിയിരിക്കുന്നുവെന്ന് സമൂഹം പറയുന്നത് കുമ്മനമാണ്. അത് ഭാവിയിൽ കാണാം. 2003 മാറാട് സംഭവം ഇവിടെ പറഞ്ഞല്ലോ. മാറാട് സംഭവത്തിൽ കുമ്മനമെടുത്ത നിലപാട് നാട് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ ഇവിടെ നിലക്കൽ വിഷയം പറഞ്ഞല്ലോ. നിലക്കൽ വിഷയത്തിലെടുത്തത്, ആറന്മുള വിഷയത്തിലെടുത്തത്, അതൊക്കെ കമ്മ്യൂണലായി വിഷയങ്ങളെ കാണുകയും തീവ്രമായ നിലപാട് കേരളം പോലൊരു സംസ്ഥാനത്തെ മഹാഭൂരിപക്ഷം വരുന്ന മതനിരപേക്ഷ മനസ്സുകളും ഒരിക്കലും അംഗീകരിക്കാത്ത, ഡൈജസ്റ്റ് ചെയ്യാത്ത നിലപാടെടുത്ത കുമ്മനം കേരളത്തിൻ്റെ BJPയുടെ അധ്യക്ഷനാകുന്നത് BJPയുടെ പോക്ക് മുന്നോട്ടായിരിക്കില്ല, കേരളത്തിൽ പുറകോട്ടായിരിക്കും. അമിത്ഷാമാർക്ക് കേരളത്തിൽ സ്ഥാനമില്ല എന്നുള്ള പ്രഖ്യാപനമായിരിക്കും ഭാവിയിൽ നമ്മൾ കാണാൻ വേണ്ടി. ഇതാണ് റിയാസിന്റെ കാഴ്ചപ്പാട്. ശ്രീ MN കാരശ്ശേരി, എന്താണ് കുമ്മനം സംസ്ഥാനത്തെ BJPയുടെ അധ്യക്ഷനാകുമ്പോൾ താങ്കൾ മനസ്സിലാക്കുന്നത്? ഇതിൽ പ്രധാനമായും 2 കാര്യമാണ്. ഒന്ന്, നമ്മുടെ ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് ജനാധിപത്യം ഇല്ല. അതായത് തിരഞ്ഞെടുത്ത നേതാക്കന്മാരല്ല. അതിപ്പോൾ കേന്ദ്രം തീരുമാനിക്കുകയാണ്. കോൺഗ്രസ്സിലതെ, മുസ്ലിം ലീഗിലതെ, എപ്പോഴും അതെ. അപ്പോൾ അത് ഇവിടുത്തെ പാർട്ടികളുടെ രീതിയായിരിക്കുകയാണ്. അതായത് കേന്ദ്രീകൃതമായ അധികാരം ഇവരുടെ ദേശീയ നേതാക്കന്മാർ ഉപയോഗിക്കുന്നു എന്നുള്ളത്. വേറെ ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ RSSും BJP ആയിട്ട് വ്യത്യാസമൊന്നുമില്ല എന്ന് കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു സംഗതിയാണിത്. ഒരു ആജീവനാന്ത RSSൻ്റെ പ്രചാരക് ആണ് കുമ്മനം രാജശേഖരൻ. അദ്ദേഹത്തെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 83 നിലയ്ക്കൽ സമരത്തിൻ്റെ കൂടെയാണ്. പിന്നെ അദ്ദേഹം 87 തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നു ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥിയായിട്ട്. അന്ന് അദ്ദേഹത്തിന് 2ാം സ്ഥാനത്ത് എത്താൻ പറ്റിയ ഒരാളാണ്. പിന്നെ 2003 മാറാട് സംഭവത്തിൽ അദ്ദേഹം ഇടപെടുന്നു. ഇപ്പോൾ 2012 അദ്ദേഹം ആറന്മുള വിമാനത്താവളത്തിൻ്റെ പ്രശ്നത്തിലൊരു പരിസ്ഥിതി പ്രവർത്തകനായിട്ട് വരുന്നു. അപ്പോഴും അദ്ദേഹം ഉന്നയിക്കുന്നത് ക്ഷേത്രങ്ങളുടെ പ്രശ്നമാണ് പ്രധാനമായിട്ടും. തീർച്ചയായിട്ടും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ശക്തനായ വക്താവാണ് അദ്ദേഹം. BJPക്കകത്ത് ഇവിടെ ഒരു നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാതെ തന്നെ പാർട്ടിക്കകത്ത് ഭയങ്കരമായ ഉൾപ്പോര് ഉള്ളത് ശമിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം സഹായിക്കും. പിന്നെ BJP കേരളത്തിൽ കാണിച്ചൊരു വലിയ അബദ്ധം, അതായത് വെള്ളാപ്പള്ളി നടേശനെ പോലെ
രാഷ്ട്രീയത്തെപ്പറ്റി കാര്യമായി ഒരു വകതിരിവും ഇല്ലാത്ത ഒരാളെ മുൻനിർത്തി കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് കാണിച്ച തമാശക്കളികൾക്ക് കൃത്യമായി ഒരു അവസാനമാണിത്. വെള്ളാപ്പള്ളി നടേശനാണ് ഇവിടുത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ നയിക്കുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്ന് വരെ. അപ്പോൾ കൂടെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും ഒക്കെ രംഗത്ത് വരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇപ്പോൾ ആർ ശങ്കറിൻ്റെ പ്രതിമ സ്ഥാപിക്കുമ്പോൾ കൂടെയുള്ള ആളുകൾ മാത്രമല്ല പുറത്തുള്ള ആളുകളെയും കൂടെ നിർത്തേണ്ട ഒരു ഘട്ടത്തിൽ എല്ലാ ആളുകളെയും അകറ്റുന്ന, ആരുടെ പ്രതിമയാണോ സ്ഥാപിക്കുന്നത് ആ ആർ ശങ്കറിനെ അവമാനിക്കുക, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അവമാനിക്കുക, അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ അവമാനിക്കുക, സംസ്ഥാന മുഖ്യമന്ത്രിയെ അവമാനിക്കുക, SNDPക്ക് അകത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, നാട്ടുകാർക്ക് മൊത്തം ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നലുണ്ടാക്കുന്ന തരത്തിൽ, കയ്പ് പടർത്തുന്ന തരത്തിൽ ഇപ്പോൾ ആ നൗഷാദിൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറയുമ്പോൾ ഇങ്ങനെ എപ്പോഴും. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിന് ആളുകളെ കൂടെ നിർത്തുക. അപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഇവിടെ ഗവൺമെൻറ്റിനെ തീരുമാനിക്കുന്നത് പാർട്ടി വോട്ടുകളല്ല, ഇവിടുത്തെ നിഷ്പക്ഷ വോട്ടുകളാണ്. അതുകൊണ്ടാണല്ലോ LDF UDF LDF UDF എന്നിങ്ങനെ മാറിക്കളിക്കുന്നത്. അപ്പോൾ പാർട്ടിക്കാരോ ജാതിക്കാരോ മുന്നണിക്കാരോ അല്ലാത്തവരുടെ വോട്ടും കൂടി കിട്ടിയാലേ കേരളത്തിൽ ജയിക്കുകയുള്ളൂ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം ഒരു നേതാവിൻ്റെ ഒരു പാർട്ടിയുടെ ഇമേജാണ്. അതിന് നല്ല തെളിവാണ് VSൻ്റെ നേട്ടം എന്ന് പറയുന്നത്. അദ്ദേഹം മുന്നണിക്കകത്തോ പാർട്ടിക്കകത്തോ ഇല്ലാത്ത പ്രതിച്ഛായ അദ്ദേഹത്തിന് പുറത്തുണ്ട്. അപ്പോൾ അത്തരം പ്രതിച്ഛായയുടെ കാര്യത്തിൽ BJPക്ക് വലിയ പരുക്കുണ്ടാക്കിയ ഒരാളാണ് വെള്ളാപ്പള്ളി. അപ്പോൾ അതൊരു ഗൗരവമായ സംഗതിയായിട്ട് മാറ്റുന്ന ഒരു 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 അജണ്ട ഇതിനകത്തുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും കുമ്മനം രാജശേഖരൻ വളരെ സീരിയസ് ആയ ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം വരുമ്പോൾ ഇവിടുത്തെ ഹിന്ദുത്വ തീവ്രവാദം ഒന്നുകൂടി കടുപ്പിക്കും, RSSൻ്റെ പിടിമുറുകും. RSSൻ്റെ പിന്തുണയുള്ള ആളുകളാണ് BJPയിൽ എപ്പോഴും വലിയ നേതാക്കന്മാരായിരുന്നത്. അദ്വാനിക്ക് ആ പിന്തുണയുണ്ട്, മോദിക്ക് ആ പിന്തുണയുണ്ട്, വാജ്പേയിക്ക് ആ പിന്തുണ ഉണ്ടായിരുന്നു. RSSന് രാഷ്ട്രീയമില്ല എന്ന് പറയുന്നത് വെറുതെയാണ്, നമുക്കറിയാം. അതിൻ്റെ ഏറ്റവും പുതിയ തെളിവായിട്ടും BJPക്ക് അകത്ത് എലക്ഷൻ തെരഞ്ഞെടുപ്പ് എന്ന് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ധാരണയില്ല, മുസ്ലിം ലീഗിലോ കോൺഗ്രസിലോ ഒക്കെ ഇല്ലാത്ത മാതിരി എന്നുകൂടി ഇത് ശ്രീ MN കാരശ്ശേരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ VV രാജേഷ്, ഈ അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്നാണ് ഞാൻ ചില ചോദ്യങ്ങളിലേക്ക് പോകുന്നത്. ഇതിനുള്ള മറുപടികൾ താങ്കൾക്ക് പലയിടത്തും പറയണമെന്നുണ്ടാകും, അത് ഇടയ്ക്ക് താങ്കൾ അതിന് ശ്രമിച്ചുകൊള്ളുക. പക്ഷേ അതിൻ്റെ ചോദ്യം ഇത് തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ശ്രീ കാരശ്ശേരി മാഷും ഇപ്പം ചൂണ്ടിക്കാട്ടിയ ആ കാര്യം തന്നെയാണ്. BJP കോൺഗ്രസിനെ എപ്പോഴും അധിക്ഷേപിക്കുന്നത് ഏത് കാര്യത്തിലാണ്? അതൊരു ഡൈനാസ്റ്റി രാഷ്ട്രീയത്തിൻ്റെ അമ്മ മകനിലേക്ക് അല്ലെങ്കിൽ അച്ഛൻ മക്കൾക്ക് എന്നുള്ള രീതിയിലേക്ക് അതിൻ്റെ പദവികൾ കൊടുക്കുന്നു എന്നുള്ളതാണല്ലോ നിങ്ങൾ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇങ്ങനെ കെട്ടിയിറക്കിയതുപോലെ പാർട്ടി അംഗത്വം പോലും ഇല്ലാത്ത ആളിനെ ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം ഇപ്പം ചോദിക്കുന്നത് എന്താണ്? പതിവില്ലാത്ത രീതിയിൽ ശ്രീ VV രാജേഷ്, നിങ്ങൾക്ക് BJPയെ കുറിച്ച് എന്തറിയാം, അവതാരകർക്ക് പോലും എന്തറിയാം എന്നാണ് ചോദിക്കുന്നത്. മുൻകാലങ്ങളിലെ BJPയും ഇങ്ങനെ തന്നെയായിരുന്നു എന്ന് പറയുമ്പോൾ ശ്രീ കാരശ്ശേരി മാഷും ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ RSSും BJPയും ഒന്ന് തന്നെ എന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ എന്നാണ് VV രാജേഷ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് കോൺഗ്രസിനെ വിമർശിക്കുന്ന ആ ശൈലി നിങ്ങളിപ്പോൾ കുമ്മനത്തെ സംസ്ഥാന അധ്യക്ഷനാക്കിയപ്പോൾ എടുത്തു? ഞാൻ ലാലിൻ്റെ ശ്രദ്ധയ്ക്കും പ്രേക്ഷകരുടെ അറിവിലേക്കും ഒരു കാര്യം സൂചിപ്പിക്കും. ലാൽ, റിയാസും കാരശ്ശേരി മാഷും സംസാരിച്ചപ്പോൾ ലാൽ ഒരു പ്രാവശ്യം പോലും ഇടപെട്ടില്ല. കാരശ്ശേരി മാഷിനെ റൈറ്റ് എന്നൊരു പ്രാവശ്യം പറഞ്ഞാൽ ഇടപെട്ടിട്ടില്ല. പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞു തുടങ്ങുമ്പോൾ നോക്കിയോ ലാൽ, ഞാൻ 2 വാക്ക് പറയുമ്പോൾ ലാൽ 3 പ്രാവശ്യം ഇടപെടും. ഇത് പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ്. സ്വാഭാവികമായിട്ടും ഒരുപാട് ചോദ്യങ്ങൾ 3 ഭാഗത്തു നിന്ന് ചോദിച്ചിട്ട് എൻ്റെ ഉത്തരത്തിനെ തടസ്സപ്പെടുത്തുക, അതിലൂടെ BJPയുടെ വക്താവ് പരാജയപ്പെട്ടു എന്ന് വരുത്തുക എന്നുള്ളതാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ അതിനനുസരിച്ചിരിക്കാം. ഇനി ഞാൻ ഒരിക്കലും തന്നെ BJPയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് BJPയുടെ സംഘടനാ സിസ്റ്റത്തെക്കുറിച്ച് കുറച്ചുകൂടി മനസ്സിലാക്കിയിട്ട് വേണം ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കുന്ന രീതി വിമർശിക്കാനെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ ലാലിപ്പോൾ ചോദിച്ചു അച്ഛൻ മകനിലേക്ക് അധികാരം കൈമാറുന്നത് പോലെ എന്നൊക്കെ. ഞാൻ ചോദിക്കട്ടെ, V മുരളീധരൻ്റെ ഏത് തരത്തിലുള്ള ബന്ധുവാണ് കുമ്മനം രാജശേഖരൻ? PK കൃഷ്ണദാസിൽ നിന്നും V മുരളീധരൻ അധികാരമെടുത്തപ്പോൾ PK കൃഷ്ണദാസിൻ്റെ ഏത് തരത്തിലുള്ള ബന്ധുവാണ് V മുരളീധരൻ? ശ്രീധരൻ പിള്ളയിൽ നിന്നും PK കൃഷ്ണദാസ് അധികാരമേറ്റെടുത്തപ്പോൾ ശ്രീധരൻ പിള്ളയും PK കൃഷ്ണദാസ് തമ്മിൽ എന്തെങ്കിലും കുടുംബ ബന്ധമുണ്ടോ? അപ്പോൾ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ശ്രീ V മുരളീധരനെയും PK കൃഷ്ണദാസിനെയൊക്കെ സംസ്ഥാന അധ്യക്ഷനാക്കിയത്?
വി മുരളീധരനെയും പി കെ കൃഷ്ണദാസിനെയും സംസ്ഥാന അധ്യക്ഷനാക്കിയത് അവരുടെ ഒരു പുരുഷായുസ് മുഴുവനും ഈ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി വിവിധ പ്രസ്ഥാനങ്ങളിലൂടെ രണ്ടുപേരും വിദ്യാർത്ഥി പക്ഷത്തിലൂടെ വിശ്വ ഹിന്ദു പക്ഷത്തിലൂടെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ശാഖാപ്രവർത്തനത്തിലൂടെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചവർ അവർ അന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും കോമ്പീറ്റൻ്റായ പ്രവർത്തകരായതുകൊണ്ട് അന്നത്തെ സാഹചര്യത്തിൽ ഞാൻ അടിവരായിട്ട് പറയുന്നു പി കെ കൃഷ്ണദാസിനാക്കി. പി കെ കൃഷ്ണദാസിനേക്കാൾ പ്രായം കൊണ്ടും പ്രവർത്തന പാരമ്പര്യം കൊണ്ടും വി മുരളീധരൻ സീനിയറാണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ പി കെ കൃഷ്ണദാസ് സംസ്ഥാന പ്രസിഡന്റ് ആവുന്നു. പി കെ കൃഷ്ണദാസ് ആയതിനു ശേഷമാണ് അടുത്തൊരു കൃഷ്ണദാസ്ജിയുടെ കാലാവധി കഴിഞ്ഞപ്പോഴാണ് വി മുരളീധരൻ്റെ ഊഴം വരുന്നത്. വി മുരളീധരനെ സ്വാഭാവികമായിട്ടും പ്രസിഡന്റാക്കി. ഇന്ന് വി മുരളീധരനും പി കെ കൃഷ്ണദാസും ഒക്കെ കേരളത്തിൽ ബി ജെ പിയെ വളർത്തി വെച്ച ഒരു അവസ്ഥയുണ്ട്. ഈ അവസ്ഥയുമായിട്ട് നവംബർ മാസത്തിൽ വി മുരളീധരൻ്റെ രണ്ടാമത്തെ ടൈമിൻ്റെ കാലാവധി പൂർത്തിയാവുകയാണ്. അദ്ദേഹം 6 വർഷം പൂർത്തിയാവുക നവംബർ മാസം ആകുമ്പോഴേക്കും. അപ്പോൾ പുതിയ അധ്യക്ഷൻ വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ബി ജെ പിക്ക് ഞങ്ങൾ പ്രവർത്തന പാരമ്പര്യവും കാര്യങ്ങളുമൊക്കെ വെച്ച് നോക്കി ഞങ്ങളുടെ മുഴുവൻ പ്രവർത്തകർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലുള്ള മുഴുവൻ ഞാൻ ഇതിന് ഉത്തരം പറഞ്ഞോട്ടെ. കാരശ്ശേരി മാഷൊക്കെ ഇപ്പോൾ പറഞ്ഞല്ലോ, മാഷെ ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ള വോട്ട് ബേസിനേക്കാൾ കൂടുതൽ മറ്റു ചില മേഖലകളിൽ നിന്ന് കൂടി വോട്ട് ഷെയർ കൊണ്ടുവരാൻ സാധിക്കുന്ന നേതൃത്വമാണ് ഞങ്ങൾക്കിന്ന് ആവശ്യം. സ്വാഭാവികമായും അങ്ങനെ ഞങ്ങൾ ചർച്ച ചെയ്തപ്പോഴാണ് കുമ്മനം രാജശേഖരനെ പോലെ കുമ്മനത്തിനെ പോലുള്ളവർ ബി ജെ പി പ്രവർത്തനത്തിൽ വരണമെന്ന് വളരെ നേരത്തെ ഉള്ള ചർച്ചയാണ്. അത് ഇത്രയും താമസിച്ചു പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു സംഘടനാ സംവിധാനം ആർക്ക് പറയാൻ സാധിക്കില്ല ഇതിനകത്ത് ജനാധിപത്യത്തിലൂടെ അല്ല എന്ന് വന്നതെന്ന്. പിന്നെ നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന ജനാധിപത്യം ചാനലിലൂടെ കൊട്ടിഘോഷിച്ച് ഞങ്ങളുടെ നടത്തേണ്ട എല്ലാ തലങ്ങളിലും ഞങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ നടത്തേണ്ട എല്ലാ തലങ്ങളിലും ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. മറ്റൊന്നുകൂടെ മാറാട് സംഭവത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ഒരു കാര്യം ആത്മാർത്ഥമായി പറയുന്നു. ഞാൻ 3-4 പേര് ബഹുമാനപ്പെട്ട എ കെ ആന്റണി, ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി, ഗോപിനാഥൻ നായർ സാർ, ഗാന്ധിയൻ, ഇവരോട് 3 പേര് സുഗതകുമാർ ടീച്ചർ ചോദിച്ചു നോക്കുക. മാറാട് സംഭവം ഉണ്ടായതിനു ശേഷം ഒരൊറ്റ പ്രതികാര ബുദ്ധിയോ ഒരു ഇല അനങ്ങുന്ന തരത്തിലുള്ള നിയമപരമായും രാഷ്ട്രീയമായും അല്ലാതെ ഒരു ഇല പോലും അനങ്ങാത്തത് കുമ്മനം അതിൻ്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് സമാധാനപരമായി മുസ്ലിം സമുദായ നേതാക്കന്മാരുമായി മുഖ്യമന്ത്രി എ കെ ആന്റണിയുമായി ഗോപിനാഥൻ നായർ സാറുമായൊക്കെ സംസാരിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകരെ തന്നെ തന്മയത്വത്തോടെ വർഷങ്ങളോളം അദ്ദേഹം ഇടപെട്ടുകൊണ്ട് പ്രവർത്തകരെ ശാന്തരാക്കി അവരുടെ കുടുംബങ്ങളെ സാന്ത്വനിപ്പിച്ച് കൊണ്ടുവന്നതുകൊണ്ടാണ് മാറാട് സംഭവിച്ച ശേഷം ജനാധിപത്യ കേരളം പൂർണ്ണമായും സമാധാനത്തിലേക്ക് അതാണ് മറുപടി പറഞ്ഞത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഒരു കാര്യം രാജേഷ് പറയുമ്പോൾ ഞാൻ ഇടപെടുന്നതല്ല. ഇന്ന് രാജേഷാണ് താരം, കുമ്മനം രാജശേഖരനാണ് താരം. അതുകൊണ്ട് നിങ്ങൾക്ക് ചില ചോദ്യങ്ങൾ വരും, നിങ്ങൾ മറുപടി പറയേണ്ടതുണ്ട്. അതിന് മറ്റുള്ളവർ കാണുന്ന അവരുടെ അഭിപ്രായങ്ങൾ അവരോട് നമ്മൾ തർക്കിക്കുന്നില്ലല്ലോ. തർക്കം രാജേഷിനോട് തന്നെയാണ് സ്വാഭാവികമായി ഉണ്ടാകുക ഇന്നത്തെ ദിവസം. മറ്റു ദിവസങ്ങളിൽ രാജേഷും ഈ മറ്റ് അഴിമതി കേസുകൾ വരുമ്പോൾ കോൺഗ്രസ് നേതാക്കളോട് തർക്കിക്കുമ്പോൾ ഞാൻ ഇടപെടില്ലല്ലോ. അല്ലെങ്കിൽ മറ്റ് ഇടതുപക്ഷത്തിനും പ്രശ്നങ്ങളുള്ള ചർച്ചകളിലാണെങ്കിൽ അങ്ങനെ തന്നെ വരും. അവരാണ് അന്ന് ഉത്തരം പറയേണ്ടി വരിക. അതുകൊണ്ടാണ് എന്ന് ഞാൻ രാജേഷിനോട് ആദ്യമേ തന്നെ പറയട്ടെ. ഈ ഡൈനാസ്റ്റി പൊളിറ്റിക്സിൻ്റെ കാര്യത്തിൽ രാജേഷ് പറഞ്ഞ മറുപടി എന്താണ്? വി മുരളീധരൻ്റെ മകൻ പ്രസിഡന്റായോ? പി കെ കൃഷ്ണദാസിൻ്റെ മകൻ പ്രസിഡന്റായോ? അതല്ല. വി മുരളീധരനും പി കെ കൃഷ്ണദാസും ബി ജെ പിയിലേക്ക് താങ്കൾ നേരത്തെ പറഞ്ഞ പോഷക സംഘടനകളിൽ നിന്ന് വന്ന് പ്രവർത്തിച്ച ഭാരവാഹികളായി അതിൻ്റെ പ്രവർത്തന പരിചയത്തിന് ശേഷമാണ് അതിൻ്റെ പ്രസിഡന്റായത്. ഇപ്പോൾ തന്നെ ബാക്കിയുള്ള ആളുകൾ ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ, സീനിയർ നേതാക്കൾ ഉണ്ടല്ലോ. ശ്രീധരൻ പിള്ളയെ പോലെയുള്ള അല്ലെങ്കിൽ ബാലശങ്കറിനെ പോലെയുള്ള പി കെ കൃഷ്ണദാസിനെ പോലെയുള്ള നേതാക്കളൊക്കെ ഇപ്പോഴും സീനിയർ നേതാക്കൾ അവിടെ ഉണ്ടല്ലോ. ആ നേതാക്കളൊക്കെ ഇത്രയും കാലം ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് പ്രവർത്തിച്ചത്. ബി ജെ പിയെ വളർത്താൻ തന്നെയാണ് ശ്രമിച്ചത്. ബി ജെ പിയിലാണ് പ്രവർത്തിച്ചത്. അവരെ പ്രസിഡന്റാക്കുകയോ ശ്രമിക്കുകയോ ചെയ്യാതെ, സംസ്ഥാനത്ത് നിന്ന് തീരുമാനമെടുക്കാതെ, കേന്ദ്രത്തിൽ നിന്ന് കോൺഗ്രസ് ചെയ്യുന്നത് പോലെ അവരെ വിമർശിക്കുമ്പോൾ നിങ്ങൾ എന്തിനു ചെയ്തു? പുറത്തു നിന്ന് കുമ്മനം നല്ല മനുഷ്യനായിരിക്കാം, അദ്ദേഹത്തിന് പ്രവർത്തന പാരമ്പര്യം വേറെ കാര്യങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഇവരെ തള്ളി മാറ്റി എന്തിന് അദ്ദേഹത്തെ കൊണ്ടുവന്നു എന്നുള്ളതിന് നിങ്ങൾ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ലേ? യെസ്, ഐ ആം സോ ഹാപ്പി. കാരണം ബഹുമാനപ്പെട്ട ശ്രീ കുമ്മനം നല്ല വ്യക്തിയാണെന്നുള്ളതും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പാരമ്പര്യവും ലാൽ തന്നെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ഏകദേശം ഒരു 40-50% ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ലാൽ തന്നെ സമ്മതിച്ചിരിക്കുന്നു. ഞാൻ ഇനി ബാക്കി പറഞ്ഞാൽ മതിയാകും. ഇനി കുമ്മനത്തിൻ്റെ ബി ജെ പിയിലെ പ്രവർത്തന പാരമ്പര്യം കാരശ്ശേരി മാഷ് പറഞ്ഞു 1987 നരേന്ദ്രമോദിയില്ല, ബി ജെ പി കേന്ദ്രത്തിൽ അധികാരമില്ല, ഈ പാർട്ടി ഒരിക്കലും അധികാരത്തിലെത്തുമെന്നുള്ള വിദൂര സ്വപ്നം പോലും ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ തിരുവനന്തപുരം ഈസ്റ്റിൽ
മത്സരിച്ച് കുമ്മനം 2ാം സ്ഥാനത്ത് വന്നു എന്ന് കാരശ്ശേരി മാഷ് സമ്മതിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇലക്ട്രൽ പൊളിറ്റിക്സുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് കാരശ്ശേരി മാഷിനെ സമ്മതിച്ചിരിക്കുന്നു. ഇനി ഞാൻ അതും പറയേണ്ട ആവശ്യമില്ല. മറ്റൊന്ന് BJPയുടെ പ്രവർത്തനം. ലാലൊരു കാര്യം ചെയ്യുക, ഈ ചർച്ചയ്ക്കിടയ്ക്കോ ചർച്ച കഴിഞ്ഞിട്ടോ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏതെങ്കിലും ഒരു പ്രവർത്തകനെ BJPയുടെ പ്രവർത്തനം താങ്കൾക്ക് പരിചയമുള്ള വിളിച്ച് ഫോണിൽ ചോദിച്ചു നോക്കുക. 3-4 പ്രാവശ്യം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഓരോ വാർഡുകളിലും BJPയുടെ തിളങ്ങുന്ന വിജയത്തിന് പിന്നിൽ കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള നേതൃത്വം രാത്രി 2 മണിക്കൊക്കെ ഞാൻ ചില വാർഡുകളിൽ നിൽക്കുമ്പോൾ അവിടെ ഞങ്ങളോടൊന്നും പറയാതെ കുമ്മനത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം വരികയാണ്. അരുവിക്കര തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സാമുദായിക സംഘടനകളുടെയും കോർഡിനേഷൻ നിർവഹിച്ചുകൊണ്ട് ഒരുപക്ഷെ മാധ്യമങ്ങൾ വന്നില്ലായിരിക്കാം, BJPക്ക് CPM-നെ പോലും വളരെ പിന്നിലാക്കിക്കൊണ്ട് വോട്ടിൻ്റെ ഷെയറിൽ ഞങ്ങൾക്ക് വൻ വർധന ഞങ്ങൾക്കുണ്ടായി. അതിൻ്റെ പിന്നിൽ കുമ്മനം രാജേട്ടനുണ്ടായിരുന്നു. O രാജഗോപാൽ തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോഴൊക്കെ തന്നെ ശ്രീ കുമ്മനം രാജശേഖരൻ്റെ അദൃശ്യമായ പ്രവർത്തനം മാധ്യമങ്ങൾ കാണാൻ സാധിക്കുകയില്ല. മാധ്യമങ്ങളിൽ ഒരു പക്ഷേ വരുന്നത് മാധ്യമങ്ങളിൽ ഫേസായി വന്നത് സുരേന്ദ്രനോ MD രമേശോ രാജേഷോ പത്മകുമാറായിരിക്കും. പക്ഷേ കുമ്മനം രാജശേഖരൻ ഇവിടെയൊക്കെ തന്നെ താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തുവാൻ വേണ്ടി വോട്ട് ചോദിച്ചുകൊണ്ട് മുഴുവൻ ഉണ്ടായിരുന്നു. ആ കുമ്മനം ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിൽ തന്നെ വന്നുകൊണ്ട് റിയാസിലേക്ക് പോവുകയാണ്. ശ്രീ രാജേഷ് ഈ പറഞ്ഞതുപോലെയുള്ള ഒരു പ്രത്യയശാസ്ത്രത്തെയാണ് കുമ്മനം രാജശേഖരൻ പ്രതിനിധാനം ചെയ്യുന്നത്. അദ്ദേഹം ഈ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരാതെ രഹസ്യമായി ഒരുപക്ഷെ പാർട്ടിക്ക് വേണ്ടി സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുണ്ടാകാം. RSSലും ഹിന്ദു ഐക്യവേദിയുടെയും തലപ്പത്തിരുന്നു കൊണ്ട് ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ടാകാം. അത് BJP പോലും പലപ്പോഴും മുന്നോട്ട് വയ്ക്കാത്ത, അല്ലെങ്കിൽ BJPയുടെ പോഷക സംഘടനകളായിട്ടുള്ള സംഘപരിവാറിൽ വരുന്ന പല സംഘടനകളും മുന്നോട്ട് വയ്ക്കുന്ന, കൂടുതൽ പ്രസവിക്കുന്ന ഹിന്ദു സ്ത്രീകൾക്ക് അവാർഡ്, അല്ലെങ്കിൽ ക്ഷേത്ര പരിസരത്തുള്ള ക്രിസ്ത്യൻ മുസ്ലിം കച്ചവടക്കാരെ ഇങ്ങനെയൊക്കെ പറഞ്ഞ സംഘടനകളുടെ കൂടെ നിൽക്കുന്ന ആളെന്നാണ് ചിലരെങ്കിലും പറഞ്ഞു കേട്ടത്. മറുപടി പറയാം. പറഞ്ഞ ശ്രീ കുമ്മനം പറഞ്ഞ 1-2 കൊട്ടേഷൻ കൂടി എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ വരികയാണ്. അതായത് ഇനി നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് ഒരു മതപരിവർത്തനം പോലും അനുവദിക്കരുത്, അതിന് പറ്റാത്തവണ്ണം ഇവിടെ എല്ലാ താലൂക്കുകളിലും നമ്മുടെ മിഷണറിമാർ ഉണ്ടാകണം, ജാഗ്രതയോടുകൂടി കുമ്മനം പറഞ്ഞതാണ്. ക്രിസ്ത്യൻ സെക്റ്റുകളെ കുറിച്ച് പറഞ്ഞതാണ്. എന്താണ് ഈ ഹിന്ദുക്കളെ ഒക്കെ അപകടത്തിലാക്കിക്കൊണ്ട് പെന്തക്കോസ്തുകൾ ഉണ്ടാക്കുന്ന അപകടങ്ങൾ, മറ്റ് ഓർത്തഡോക്സുകളും കത്തോലിക്കുകളും നേരിട്ടല്ലെങ്കിലും മറ്റുള്ള പല രീതിയിലും ഈ പറഞ്ഞ രീതിയിൽ മതപരിവർത്തനമൊക്കെ നടത്തിക്കൊണ്ട് അവരുടെ മോട്ടീവും നമുക്കറിയാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിറങ്ങി കുമ്മനം പറഞ്ഞതുപോലെ ഹിന്ദുക്കളുടെ മോചനം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് മുൻപൊരു സംസ്ഥാന BJP അധ്യക്ഷൻ അമിത്ഷാ പറഞ്ഞിട്ടുണ്ടാകാം, പക്ഷേ സംസ്ഥാന BJP അധ്യക്ഷൻ പറയാത്തതാണ്. അതാണ് നിങ്ങളുടെ പാർട്ടിയിൽ തന്നെയുള്ള ആളുകൾക്കും അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. രാജേഷ്, ഞങ്ങളുടെ പാർട്ടി ഞാൻ പറയേണ്ട ആദ്യം തന്നെ ഇതങ്ങ് പറയാം. ഞങ്ങളുടെ പാർട്ടിയുടെ ആർക്കും അസ്വസ്ഥതയില്ല. അസ്വസ്ഥതയുള്ള റിയാസിനാണ്, അസ്വസ്ഥതയുള്ള ഞാൻ ലാലിനെ പറയുന്നില്ല, ചില മാധ്യമങ്ങൾക്കാണ് അസ്വസ്ഥതയുള്ളത്, കോൺഗ്രസ്സുകാർക്കാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ ആർക്കും അസ്വസ്ഥതയില്ല. ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് അത് പരിഹരിക്കാനുള്ള സംവിധാനമുണ്ട്. ഇനി വേറൊന്ന്, 2 കാര്യങ്ങൾ. മതപരിവർത്തനത്തിനെതിരെ കുമ്മനം രാജശേഖരൻ സംസാരിച്ചു എന്നാണ് ലാൽ കുറേ എഴുതി വെച്ച് പറഞ്ഞത്. ഞാൻ സമ്മതിക്കുന്നു. കുമ്മനം രാജശേഖരനല്ല, ഞാൻ ഇവിടെ വെച്ച് പറയുന്നു, മതപരിവർത്തനം സമൂഹത്തിൻ്റെ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കും. മതപരിവർത്തനം നിയമം മൂലം നിരോധിക്കണം. മതപരിവർത്തനം, നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നവരെ ജയിലിലടയ്ക്കണമെന്ന് BJPയുടെ വക്താവ് എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു. ലാൽ ഇത് എത്ര വേണോ പ്രചരിപ്പിച്ചോളൂ. ഇത് ഞങ്ങളുടെ നിലപാട്. ലാൽ ഞാൻ ഇന്നലെ ആണെങ്കിൽ ഞാനിത് പറഞ്ഞത്, ഞാൻ പീപ്പിൾ TVയിൽ ഘർവാപ്പസ് സമയത്ത് ശക്തമായിട്ട് കാര്യം പറഞ്ഞു. ഒരു അതിലൊന്നും ഒരു പശ്ചാത്തലം. ഇനി ഹിന്ദു സമുദായത്തിന്റെ മോചനം എന്താ പ്രശ്നം? എന്താ ഹിന്ദു സമുദായം ഇവിടുത്തെ LDFന്റെയും UDFന്റെയും ഭരണം കൊണ്ട് എൻ്റെ ലാലെ ഹിന്ദു സമുദായം മാർജിനലൈസ് ചെയ്യപ്പെട്ടു. പട്ടികജാതി പട്ടികവർഗ്ഗക്കാർ സമൂഹത്തിൻ്റെ ഓരം ചേർന്നു. ഇന്നും അവന് കിടക്കാൻ സ്ഥലമില്ല. ഇടപെടരുത് ഇത്. മരിച്ചു കഴിഞ്ഞാൽ ശവം അടക്കാനായിട്ട് സ്ഥലമില്ല. പട്ടികവർഗത്തിൽപ്പെട്ട പെൺകുട്ടികൾ പോഷകാംശ ആഹാരമില്ലാത്തതുകൊണ്ട് പ്രസവിക്കുന്നില്ല പല സ്ഥലങ്ങളിലും. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടിക്കൊണ്ട് ഹിന്ദു സമൂഹത്തെ മോചിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുവരുന്നു പറയുമ്പോൾ അത് ആർക്കാ എതിരാവുന്ന? ആർക്കും എതിരല്ല. അത് അഭിമാനത്തോടെ പറയാം. എന്തായാലും പട്ടികജാതി ദളിതർക്ക് വേണ്ടി എന്നൊക്കെ BJP പറയുമ്പോഴും ഈ കുമ്മനം രാജശേഖരൻ പ്രതിനിധാനം ചെയ്യുന്ന ഹിന്ദു ഐക്യവേദിയിൽ പോലും ഈ ദളിതർക്കോ മറ്റ് പിന്നോക്കക്കാർക്കോ അതിനകത്ത് സാന്നിധ്യം ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാജേഷ് എങ്ങനെയാണ് അത് പറയാൻ എനിക്കറിയില്ല. ഞാൻ പറയാം. ശ്രീ മുഹമ്മദ് റിയാസ് ഇപ്പോൾ ഇതെല്ലാം കേൾക്കുന്നല്ലോ. എവിടെയാണ്? അല്ല, ഞാൻ പറയാം. മുഹമ്മദ് റിയാസിനോട് ആ ചോദ്യമല്ല. മുഹമ്മദ് റിയാസ്, കുമ്മനം രാജശേഖരൻ ഇപ്പോ അധ്യക്ഷനായി വന്ന അന്ന് മുതൽ തന്നെ, അന്നത്തെ ചർച്ചയിൽ തന്നെ രാജേഷ് മുൻ ചർച്ചകളിൽ നിന്നും ഉള്ളതിനേക്കാൾ കൂടുതൽ സന്തോഷവാനും സ്വതന്ത്രനുമായി
പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി വാദിക്കുന്നതായി താങ്കൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അതെ, ഒന്ന് രാജേഷ് ഇവിടെ പറഞ്ഞു അസ്വസ്ഥത റിയാസിനുണ്ട്, മറ്റ് മാധ്യമ സുഹൃത്തുക്കൾക്കുണ്ട്. എനിക്കൊരു അസ്വസ്ഥതയില്ല. കുമ്മനം രാജശേഖരനല്ല, ഇനി നമ്മൾ ഇതുവരെയും കേൾക്കാത്ത പേരുള്ള ആര് വന്നാലും BJPയുടെ പ്രസിഡൻ്റാണല്ലോ. ആ BJP എന്നുള്ള പാർട്ടി എന്ത് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതിലൊന്നും ഒരു അസ്വസ്ഥതയില്ല. പിന്നെ രാജേഷ് പറയാതെ പറഞ്ഞൊരു കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ശരിവെക്കുന്നതാണ്. അതായത് ഇതുവരെ അദൃശ്യനായി പരമാവധി പ്രവർത്തിച്ചയാളാണ് ശ്രീ കുമ്മനം രാധാകൃഷ്ണൻ. ഇനി ദൃശ്യനാകാൻ വേണ്ടി പോകുന്നു, അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോകുന്നു. ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത്. BJPയെ പിറകിൽ നിന്നും റിമോട്ട് കൺട്രോളോടുകൂടി നയിക്കുന്ന RSS അത് ദൃശ്യമല്ല, അദൃശ്യമാണ്. ആ നയിക്കലും ഇടപെടലൊക്കെ അത് ഇനി ദൃശ്യമാകാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഇന്നലെ വരെ പിറകിൽ നിന്നും നയിച്ച RSSൻ്റെ താല്പര്യം പ്രത്യക്ഷത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അമിത്ഷായെയാണ് ഇവിടെ കുമ്മനത്തിലൂടെ BJPയും RSSും ഉദ്ദേശിക്കുന്നത്. അതാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. രണ്ടാമത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, കാരശ്ശേരി മാഷ് പറഞ്ഞതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ജനാധിപത്യത്തെക്കുറിച്ച്. ആ ജനാധിപത്യത്തെക്കുറിച്ച് പറയുമ്പോൾ രാജേഷിന് അതിന് കൃത്യമായ മറുപടിയില്ല. എന്തുകൊണ്ടൊരു സമ്മേളനം നടത്തി, ആ സമ്മേളനത്തിൽ രാജേഷ് ഉൾപ്പെടെയുള്ളവർ രഹസ്യമായല്ലാതെ ആ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് BJP ആകെ ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് ഒരു സമ്മേളനം നടത്തി ഡെമോക്രറ്റിക് വേയിലൂടെ ജനാധിപത്യ രീതിയിലൂടെ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിക്കൂടാ. അത് കുമ്മനത്തെ ആയിക്കോട്ടെ ആരെ ആയിക്കോട്ടെ അങ്ങനെ ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? ഇത് ഞാൻ മാത്രം പറഞ്ഞില്ലല്ലോ. ശ്രീ എൽ കെ അദ്വാനി BJPയുടെ ഇന്നത്തെ പോക്കിനെക്കുറിച്ച് പറഞ്ഞ് ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഗുജറാത്തിൽ കേവലം ഒരു പ്രാദേശിക നേതാവായ അമിത്ഷാ എത്ര പെട്ടെന്ന് ദേശീയ അധ്യക്ഷനായി? സമ്മേളനം നടത്തിയിട്ടാണോ? അല്ല, സമ്മേളനം നടത്തിയിട്ടല്ല. പിന്നെ ഇവിടെ പ്രധാനപ്പെട്ടൊരു പ്രശ്നം എന്താ? ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കേരള രാഷ്ട്രീയം തന്നെയാണ്. നൗഷാദിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന കേരളത്തിൽ ആരും അംഗീകരിച്ചിട്ടില്ല. BJPയുടെ പ്രവർത്തകരിൽ പോലും ആളുകൾ അത് ഡൈജസ്റ്റ് ചെയ്തിട്ടില്ല. BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ കിട്ടിയ വോട്ടിംഗ് പെർസെൻറ്റേജ് 31%. സീറ്റ് അതിനേക്കാൾ ഏറെ കിട്ടി. പക്ഷേ വോട്ടിംഗ് പെർസെൻറ്റേജ് 31. നമ്മുടെ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രീതിയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇവിടെ ചർച്ച ചെയ്യേണ്ടതില്ല. എന്നാൽ ആ 31% ഒരു 10% പേർ പോലും ഒരു ഹൈന്ദവ രാഷ്ട്രം എന്നുള്ള നിലക്കല്ല BJPക്ക് വോട്ട് ചെയ്തത്. കോൺഗ്രസിൻ്റെ നയത്തിനെതിരെയുള്ള വികാരമായിരുന്നു. അതായത് ഇന്ത്യയുടെ ജനസംഖ്യയിൽ 10% കുറവ് പേർ മാത്രമേ തീവ്ര ഹിന്ദുത്വ നിലപാടിനെ അംഗീകരിക്കുന്നുള്ളൂ. കേരളത്തിൽ അതിൻ്റെ എണ്ണം കൂടും. കേരളത്തിലെ 5% ജനസംഖ്യയിൽ വരുന്നവർ പോലും തീവ്ര ഹിന്ദുത്വ നിലപാടിനെ അംഗീകരിക്കില്ല, BJPയിലുള്ളവർ പോലും. അപ്പോൾ കേരളത്തിലെ 5% താഴെയുള്ള ജനങ്ങളുടെ ഒരു പ്രതിനിധി അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള ഒരു വികാരം പങ്കുവെക്കുന്ന ഒരു വ്യക്തിയെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. ഉദാഹരണമാണ് ശ്രീ റിയാസ് നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത്? ഈ ഞാൻ പറഞ്ഞപ്പോൾ പലതും VV രാജേഷ് അത് എതിർക്കുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മുമ്പിൽ ചർച്ചയ്ക്ക് വേണ്ടി അത് എടുത്തിട്ടതാണ്. മുഹമ്മദ് റിയാസ് എന്താണ് ചൂണ്ടിക്കാട്ടുന്നത്? അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ എങ്ങനെയാണ് BJPയുടെ ഈ പുതിയ മുഖത്തെ കാണുന്നത്? കുമ്മനം രാജശേഖരൻ വന്നപ്പോഴേക്കും ഇനി അത് തീവ്ര ഹിന്ദു തലത്തിലേക്ക് അവർ പോകുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ എങ്ങനെ സാധിക്കുന്നു? കുമ്മനം രാജശേഖരൻ എടുത്തിട്ടുള്ള നിലപാട് ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ മാത്രം സ്വപ്നത്തിൽ കണ്ട് എഴുതി വെച്ചതല്ല. അന്ന് ഞാൻ ഉൾപ്പെടെ ഈ കേരളീയ സമൂഹമാകെ കേട്ടതാണ്. മാറാട് വിഷയം രാജേഷാണല്ലോ ഇവിടെ പറഞ്ഞത്. രാജേഷ് പറഞ്ഞതുപോലെയല്ല മാറാട് വിഷയത്തിൽ കുമ്മനം രാജശേഖരൻ്റെ നിലപാടും പ്രസംഗവും. ആറന്മുള വിഷയത്തിൽ ഒരു പാരിസ്ഥിതികവാദിയായിട്ടല്ല അദ്ദേഹം ഇടപെട്ടിട്ടുള്ളത്. അവിടുത്തെ അമ്പലവുമായി ബന്ധപ്പെട്ട പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം മുഴുവനും നിലപാടും. ഇനി നിങ്ങളെടുത്തോ നിലക്കൽ പ്രശ്നം, 983 നിലക്കൽ പ്രശ്നത്തിൽ കുമ്മനം കേരളത്തിൽ നേരത്തെ കാരശ്ശേരി മാഷ് പറഞ്ഞതുപോലെ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് പറയുന്ന ഈ 32 കൊല്ലം മുമ്പുള്ള നിലക്കൽ പ്രശ്നത്തിനകത്ത് കുമ്മനത്തിൻ്റെ പ്രസ്താവനകൾ, നിലപാടുകൾ പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ ഇപ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നടേശനെതിരെ എടുത്ത വകുപ്പുണ്ടല്ലോ, ആ വകുപ്പ് മാസത്തിൽ 2 തവണയെങ്കിലും പേരിന് ഉമ്മൻചാണ്ടി സർക്കാർ എടുക്കും. പക്ഷേ അത് നോൺ ബെയിലബിളാണ്, നോൺ കോമ്പൗണ്ടബിളാണ്. വകുപ്പ് എടുക്കും, പക്ഷേ അറസ്റ്റൊന്നും നടക്കില്ല. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ കണ്ടല്ലോ. അതുപോലെ കേരളത്തിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കാൻ, കേരളത്തിൽ കലാപങ്ങൾ സൃഷ്ടിക്കാൻ, കേരളത്തിൽ വർഗീയ മത സാമുദായിക ധ്രുവീകരണം സൃഷ്ടിക്കാൻ ഒരു അമിത്ഷായെ ഇറക്കിയിരിക്കുന്നു എന്ന് സമൂഹം കരുതുന്നുണ്ട്. അതാണ് ഞാനിവിടെ പങ്കുവെച്ചത്. സമൂഹം കരുതുന്നുണ്ട്. അത് RSSൻ്റെ നേരത്തെ രാജേഷ് തന്നെ പറയാതെ പറഞ്ഞ അദൃശ്യമായ ഒരു ശക്തി ദൃശ്യമാകാൻ വേണ്ടി പോകുന്നു. അത് കേരളത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നില്ല, കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. എന്തായാലും ഈ കുമ്മനം രാജശേഖരൻ ഈ കേരളത്തിലെ അമിത്ഷാ എന്ന ശ്രീ റിയാസ് വിശേഷിപ്പിക്കുന്ന ഈ കുമ്മനം രാജശേഖരൻ വോട്ട് നേടിക്കൊടുക്കുമോ എന്നാണ് അറിയേണ്ടത്. നേരത്തെ ശ്രീ കാരശ്ശേരി മാഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ 87-ൽ തിരുവനന്തപുരം ഈസ്റ്റിൽ രണ്ടാമതെത്തിയ കുമ്മനത്തിന് ഇന്ന് എന്ത് നേട്ടമുണ്ടാക്കാൻ സാധിക്കും? അതിലേക്ക് കേരളം എങ്ങനെയാണ് ചലിക്കുക? ശ്രീ MN കാരശ്ശേരി, എന്തായാലും കുമ്മനം രാജശേഖരൻ ഈ രീതിയിൽ ഇപ്പോൾ
സംസ്ഥാന BJP അധ്യക്ഷനായി വന്നു കഴിഞ്ഞു. അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ ഈ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റയിൽ ഉള്ള കാര്യങ്ങളെങ്കിലും അതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിലും BJP കേന്ദ്ര നേതൃത്വം ഒന്നും കാണാതെ കുമ്മനം രാജശേഖരനെ ഇങ്ങോട്ട് ഇറക്കില്ലല്ലോ. അദ്ദേഹത്തിന് അതിൻ്റേതായ ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ടുണ്ടാകും. അതിന് വേണ്ട സമയം ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കൊടുക്കുന്നുണ്ടാകും. അതിന് ഇനിയുള്ള ദിവസങ്ങളിൽ മാസങ്ങളിലൊക്കെ നമ്മൾ കേൾക്കാത്ത ഭാഷ കുമ്മനം രാജശേഖരനിൽ നിന്ന് കേൾക്കാൻ സാധിക്കും. BJPയിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയുടെയും പ്രതികരണത്തിൻ്റെയും മുനയൊടിക്കാൻ തക്കവണ്ണം പാകത്തിലുള്ള ചില ചർച്ചകൾ ഉണ്ടാകാം. അതൊക്കെ എങ്ങനെയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച വെള്ളാപ്പള്ളിയും കൂടി ചേരുമ്പോൾ നേട്ടമുണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതിന് എത്രമാത്രം സാധ്യതയുണ്ട്? അത് കേരളത്തിൽ വിലപ്പോകുമോ? അതിപ്പോൾ ഒരു ചെറിയ പരിധിക്കപ്പുറത്ത് രാഷ്ട്രീയത്തെപ്പറ്റി നമ്മൾ പ്രവചനം നടത്തുന്നതിന് അർത്ഥമല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ഒക്കെ വിശ്വാസം, അവരുടെയൊക്കെ താല്പര്യങ്ങൾ, അവരുടെയൊക്കെ സൗഹാർദ്ദം ഒക്കെ നേടിക്കൊണ്ട് മുന്നേറുന്ന ഒരു രീതിയാണ് BJP എടുക്കുന്നതെന്നാണ് നമുക്കൊക്കെ തോന്നിയിരുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിൽ ഇപ്പോൾ AP അബൂബക്കർ മുസ്ലിയാരുമായിട്ട് അവരുണ്ടാക്കിയ സൗഹൃദ ഒരു ഉദാഹരണം. അത്തരം കാര്യങ്ങളൊന്നും അല്ല വേണ്ടത്. ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഇടയ്ക്ക് തന്നെ വിഭാഗീയമായ തീവ്രമായ നിലപാടുകളെടുത്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്ന്, അതിൻ്റെ ഒരു ട്രാക്ക് മാറി, ഒരു രീതി മാറി എന്ന് തോന്നുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്. അതായത് വെള്ളാപ്പള്ളി നടേശനും അതുപോലെയുള്ള ആളുകൾ ഇപ്പോൾ SNDP മാത്രമല്ല NSS അങ്ങനെ മറ്റ് സംഘടനകൾ, ഇതെല്ലാം അവിടെ ആ സംഘടനകളുടെ രീതികളും അവരുടെ സമ്മതിയും അവരുടെ സഹകരണവും അങ്ങനെയൊന്നും വേണ്ട. അതൊക്കെ നമുക്ക് ഈ തീവ്ര നിലപാടുകൾ പറയുന്നതിലൂടെ കാര്യങ്ങൾ നേടാം, അധികാരം നേടാം. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, അടുത്ത തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ മത്സരിച്ചാൽ ജയിക്കും, ആദ്യത്തെ അക്കൗണ്ട് തുറക്കുന്ന MLA എന്ന ഒരു പദവിയും കൂടി അദ്ദേഹത്തിന് കിട്ടും എന്ന തരത്തിലൊരു കണക്ക് BJPക്ക് ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്തിന് ഗുണകരമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് ഇവിടുത്തെ സമാധാനം നശിപ്പിക്കും, ഇവിടുത്തെ സമുദായ മൈത്രി നശിപ്പിക്കും. എല്ലാ ആളുകളുടെയും ഇടയ്ക്ക്, ജാതി സമൂഹത്തിൻ്റെയും മതസമൂഹത്തിൻ്റെയും ഒക്കെ ഇടയ്ക്ക്, പാർട്ടികൾക്കകത്തു പോലും ഈ തരത്തിലുള്ള വിഭാഗീയത, നമ്മൾ സാറിന് പറയാറുള്ള മാതിരി ധ്രുവീകരണം, ജാതിയുടെയും മതത്തിൻ്റെയും പേരുള്ള വിഭാഗീയത വർദ്ധിപ്പിക്കാനും, ഇത് നമ്മൾ മുന്നോട്ട് പോകുന്നത് ജനാധിപത്യത്തിലേക്കല്ല മതരാഷ്ട്രത്തിലേക്കാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാസത്തിൻ്റെ വേറെ ഒരു രൂപം, അതായത് മതരാഷ്ട്രവാദം, ഒരു ഹിന്ദു രാഷ്ട്രത്തിലേക്കാണ് നമ്മൾ മുന്നേറുന്നത്. ശ്രീ MN കാരശ്ശേരി, അത് കുമ്മനം രാജശേഖരൻ അതിന്റെ അധ്യക്ഷനാകുമ്പോൾ അങ്ങനെ വരുന്നു, മറ്റൊരാളായിരുന്നു അവിടെ വന്നിരുന്നത് എങ്കിൽ അങ്ങനെയല്ല നമ്മൾ വിശകലനം ചെയ്യുക എന്ന് എങ്ങനെയാണ് പറയേണ്ടി വരുന്നത്? അതിന്റെ ആ വ്യത്യാസം എങ്ങനെയാണ്? ശ്രീ MN കാരശ്ശേരി, താങ്കളോടാണ് എൻ്റെ ചോദ്യം. ശ്രീ കുമ്മനം രാജശേഖരൻ സംസ്ഥാന BJP അധ്യക്ഷനാകുമ്പോഴാണ് ഇങ്ങനെ ഒരു അപകടം മണക്കേണ്ടത്. ആ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നു ഇന്നിപ്പോൾ വന്നിരുന്നതെങ്കിൽ, BJPയിൽ തന്നെ വർഷങ്ങളോളം പ്രവർത്തിച്ച് അതിൻ്റെ എല്ലാ നേട്ടങ്ങളും അർഹിക്കുന്ന ഒരാൾ തന്നെയാണ് BJP സംസ്ഥാന അധ്യക്ഷനായി ഇന്ന് മാറിയിരുന്നതെങ്കിൽ ഇങ്ങനെ ഒരു BJP അല്ല ഉണ്ടാകുമായിരുന്നതെന്ന് എങ്ങനെയാണ് താങ്കൾ പറയുക? അല്ല, അതല്ല. എന്താന്ന് വിചാരിച്ചാൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് BJPയുടെ രാഷ്ട്രീയ പ്രവർത്തനം അല്ല കുമ്മനം രാജശേഖരന് പരിചയമുള്ളത്. അതേപോലെ 87 മത്സരിച്ച കാര്യം നമ്മൾ ചർച്ച ചെയ്തല്ലോ. അന്ന് അദ്ദേഹം ഹിന്ദു മുന്നണി അതിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം വരുന്നത്, അല്ലാതെ BJP സ്ഥാനാർത്ഥിയല്ല. പിന്നെ അദ്ദേഹം ഇപ്പോൾ വരുന്നത് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്താണ് അദ്ദേഹം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ സൂചനകളൊന്നും
നിർഭാഗ്യവശാൽ ശുഭകരമല്ല. കാരണം നമ്മൾ സഹകരണവും സഹവർത്തിത്വവുമല്ല വേണ്ടത്, മത്സരവും വിഭാഗീയതയുമാണ് വേണ്ടത് എന്നാണ് അതിൻ്റെ സൂചന. ഇവിടെ ഇപ്പോൾ ശ്രീധരൻപിള്ളയോ മുരളീധരനോ അല്ലെങ്കിൽ നമുക്കറിയുന്ന മറ്റ് BJP നേതാക്കന്മാരോ ഒക്കെ ഉപയോഗിക്കാത്ത കടുത്ത ഭാഷ ആ തരത്തിലിപ്പോൾ നിലയ്ക്കൽ പ്രശ്നത്തിലാണെങ്കിലും മാറാട് പ്രശ്നത്തിലാണെങ്കിലും ആറന്മുള പ്രശ്നത്തിലാണെങ്കിലും മറ്റനേകം കാര്യങ്ങളിലാണെങ്കിലും കേരളത്തിൽ മലയാളത്തിൽ ഏറ്റവും കടുത്ത് സംസാരിച്ചിരുന്ന ഒരാളാണ് കുമ്മനം രാജശേഖരൻ. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു ഗതിമാറ്റം ഉണ്ടോ എന്ന് സംശയിക്കാവുന്ന തരത്തിലാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ സഹകരണത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ഒന്നും വഴിയല്ല. മതരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് മുന്നേറാൻ വേണ്ടി നമ്മൾ ഒരുക്കേണ്ടത് ഒരു മത്സരത്തിൻ്റെയും വിഭാഗീയതയുടെയും വഴിയാണ് എന്നാണ് നമുക്ക് കിട്ടുന്ന സൂചന. ശ്രീ വി രാജേഷ്, അതായത് ഈ കുമ്മനം രാജശേഖരന് ശീലമില്ലാത്ത ചില കാര്യങ്ങളാണ് BJPയുടെ തലപ്പത്ത് ചെയ്യേണ്ടി വരുന്നത്. അദ്ദേഹം നേരത്തെ പറഞ്ഞ ചില സംഘടനകളുടെയൊക്കെ പ്രവർത്തനമാണ്. അദ്ദേഹം ഒരു നല്ല അമ്പലവാസിയാണ്, അദ്ദേഹം നല്ലൊരു ഭക്തനാണ്, അദ്ദേഹം നല്ല രീതിയിൽ ക്ഷേത്രങ്ങളുമായി ബന്ധമുള്ള ആളാണ്. ആ രീതിയിൽ ശശികല ടീച്ചർ ഹിന്ദു ഐക്യവേദിയുടെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്ന ആ ഒരു രീതിക്ക് യോജിച്ച ആളാണ് ശ്രീ കുമ്മനം രാജശേഖരൻ. അദ്ദേഹത്തിന് ജനകീയമായി പൊതുവായി എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ രാഷ്ട്രീയം ഒരുപക്ഷെ പയറ്റുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ചുമലിൽ പറ്റാത്ത കാര്യങ്ങൾ ഇങ്ങനെ, നിങ്ങളെന്ന് ഞാൻ പറയുന്നില്ല, ദേശീയ നേതൃത്വം ഇങ്ങനെ കെട്ടിവെച്ചത് ആണോ ഉണ്ടായിട്ടുള്ളത്? ഇപ്പോൾ നിങ്ങൾ കാത്തിരിക്കൂ, നമുക്ക് കാത്തിരിക്കാം. ഒരു 3, 4, 5 മാസമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ടൈം ഒരു 3 വർഷം നമുക്ക് കാത്തിരിക്കാം. അല്ലെങ്കിൽ എനിക്കൊരു 5 കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഇവർ രണ്ടുപേരും വിശദമായിട്ട് സംസാരിച്ചു. ഒന്ന്, ഞാൻ അദൃശ്യനായി പ്രവർത്തിച്ചു. ഞാൻ ആ വാക്കുപയോഗിച്ചു എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞത് BJPയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം BJPയുടെ അഭിപ്രായം പറയാൻ വേണ്ടി മാധ്യമങ്ങൾ വന്നില്ല എന്നാണ്. BJPയുടെ അഭിപ്രായം പറയാൻ അന്നൊക്കെ നിയോഗിച്ചിട്ടുള്ളത് ഞങ്ങളെ ആയതുകൊണ്ട് അദ്ദേഹം സംഘടനാ തലത്തിൽ പ്രവർത്തിച്ചു BJPയെ വിജയിപ്പിക്കാൻ വേണ്ടി. പക്ഷേ പാർട്ടിയുടെ മുഖമായി മാധ്യമങ്ങളിൽ വന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പേരുകാരും ഞങ്ങളൊക്കെ തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അദൃശ്യം അദ്ദേഹം ഒളിച്ചുപോയി പ്രവർത്തിച്ചു എന്ന് വ്യാഖ്യാനിക്കരുത്. അതൊന്ന്. മറ്റൊന്ന്, ഇവിടെ റിയാസ് ചോദിച്ചു സമ്മേളനം നടത്തി തിരഞ്ഞെടുത്തിട്ടുണ്ടോ, സമ്മേളനം നടത്തി തിരഞ്ഞെടുത്തിട്ടുണ്ടോ. ഇവിടെ റിയാസിൻ്റെ ചോദ്യം മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാരുടെ അല്ലെങ്കിൽ CPMകാരുടെ ഒരു പ്രത്യേകതയാണ് എനിക്ക് ഈ അവസരത്തിൽ വെളിവായത്. അതായത് റിയാസെ, ഞങ്ങളുടെ പാർട്ടിയിൽ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് സമ്മേളനം നടത്തി തന്നെ ആകണമെന്ന് പാർട്ടിയുടെ ഭരണഘടനാപരമായിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ തീർത്തോട്ടെ. ഞങ്ങളുടെ പാർട്ടിയുടെ ഭരണഘടന വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. റിയാസ് CPMൻ്റെ ഭരണഘടന മാത്രമേ വായിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് സമ്മേളനം നടത്തി. അപ്പോൾ റിയാസ് പറയുന്നത് CPMൻ്റെ രീതിയിൽ തന്നെ പ്രവർത്തിക്കും. അല്ല, ഞങ്ങളുടെ പാർട്ടി 80-ൽ തുടങ്ങിയപ്പോൾ തന്നെ, വാജ്പേയി അദ്വാനി ഉൾപ്പെടെയുള്ളവർ തുടങ്ങിയപ്പോൾ തന്നെ പാർട്ടിക്ക് ഇങ്ങനെയൊക്കെ ആകാമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ രീതിയിൽ ഞങ്ങളുടെ ഞാൻ പറയട്ടില്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അല്ലേ. റിയാസ് പറയുന്നത് പോലെ സമ്മേളനം നടത്തി മാത്രമേ തിരഞ്ഞെടുക്കാവുള്ളൂ എന്നുള്ളത് നിങ്ങളുടെ പാർട്ടിയുടെ സിസ്റ്റമാണ്. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ സിസ്റ്റം അനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ റിയാസിൻ്റെ ചോദ്യം അപ്രസക്തമാണ്. മറ്റൊന്ന്, 2 കാര്യങ്ങൾ. കുമ്മനം അമ്പലത്തിൻ്റെ കാര്യത്തിൽ താങ്കൾ പറഞ്ഞ എന്തോ ഒരു ഭക്തനാണ്, അതുപോലെ തന്നെ നിലയ്ക്കൽ വിഷയത്തിൽ ഇടപെട്ടു, ശബരിമല വിഷയത്തിൽ ഇടപെട്ടു. ഞാൻ ചെയ്ത കാര്യങ്ങൾ ആണല്ലോ. ഒരു നല്ലൊരു ഈശ്വര ഭക്തൻ, ഇസ്ലാമിക വിശ്വാസിയാവട്ടെ, ക്രൈസ്തവ വിശ്വാസി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസി ആയിക്കോട്ടെ, ഒരു നല്ല ഭക്തൻ എന്ന് പറയുമ്പോഴേക്കും അദ്ദേഹത്തിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കുകയില്ല. ഇനി വേറൊന്ന്, കോടിക്കണക്കിന് വരുന്ന ശബരിമലയിലേക്ക് വരുന്ന ഭക്തന്മാർ അല്ലല്ല എന്നോട് ചോദിക്കാൻ മാത്രം സമയത്തിന് ഞാനല്ല, എനിക്ക് ഇതിന് മുഴുവൻ മറുപടി പറഞ്ഞു വെക്കുള്ളൂ. അല്ല, അങ്ങനെ എന്നെ കോർണർ ചെയ്യുന്നു എല്ലാവരും കൂടി. ലാലേ, ശബരിമലയിൽ കോടിക്കണക്കിന് വരുന്ന ഭക്തജനങ്ങൾ, പാവപ്പെട്ട CPMകാർ ഉൾപ്പെടെയുള്ള പാവപ്പെട്ട ഭക്തജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു മനുഷ്യനെ കുറ്റപ്പെടുത്തിയാണ് നിങ്ങളൊക്കെ ചെയ്യേണ്ട ചാനലിൽ. വേറൊന്നും, ഇവിടെ നമ്മുടെ കാരശ്ശേരി മാഷ് അല്ല RSS പ്രചാരകൻ, ഞാൻ പറയുന്നു നരേന്ദ്രമോദി RSS പ്രചാരകനായിരുന്നു. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കിയത്. അന്തസ്സോടെ അഭിമാനത്തോടെ ഞാൻ പറയുന്നു, സമൂഹത്തിന് വേണ്ടി വ്യക്തി ജീവിതവും ഭൗതിക സുഖങ്ങളും മാറ്റിവെച്ചിട്ടുള്ള ഒരു പ്രചാരകൻ തന്നെയാണ്. നരേന്ദ്രമോദി ഗവൺമെന്റ് പട്ടികജാതി വിഭാഗത്തിലുള്ള വിഹിതം 15% നിന്ന് 8% വെട്ടിക്കുറച്ചു. ഹരിയാനയിൽ 2 പിന്നോക്ക വിഭാഗക്കാരെ കുട്ടികളെ കൊന്ന VK സിംഗിന്റെ നിലപാട് ഇതൊക്കെ ഉണ്ട് രാജേഷ്. എന്നിട്ട് നിങ്ങൾ ഈ പട്ടികജാതി സ്നേഹം, പിന്നോക്ക സ്നേഹം എന്നൊക്കെ പറഞ്ഞ് കണ്ണുപൊടിയിടരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. കാരശ്ശേരി മാഷെ,
മാഷ് വളരെ അപകടമായ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. മാഷ് ഞാൻ മനസ്സിലാക്കുന്ന ആം ആദ്മി പാർട്ടി വിട്ട് മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് എടുത്തുന്നതാണ്. മാഷ് പറഞ്ഞത് കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് എവിടെയെന്ന് മത്സരിക്കാൻ പോകുന്നു, ജയിച്ചാൽ അത് അപകടമാകും. അതായത് ജനാധിപത്യത്തിലൂടെ അദ്ദേഹം മത്സരിച്ച് ജയിച്ചു എന്ന് മുസ്ലിം ലീഗിൽ ചേർന്നു. കാരശ്ശേരി മാഷ് ഒരു പരാമർശത്തിന് അങ്ങ് ദയവായി മറുപടി പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതിന് മറുപടി പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കാരശ്ശേരി മാഷിനോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എന്നാൽ വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ രാജേഷ്, ശ്രീ കാരശ്ശേരി മാഷ്, മുഹമ്മദ് റിയാസ്.